ഇന്ന് അൻസിബയുടെ കൈവിട്ടു പോയ ഗെയിം പ്ലാൻ അൻസിബ തിരിച്ചുപിടിച്ചത് കരച്ചിലിലൂടെയാണ്. ജാസ്മിൻ റസ്മിൻ പ്രശ്നം തുടങ്ങിയ ശേഷം അൻസിബ ആകെപ്പാടെ തകർന്നുപോയി. അൻസിബയുടെ പകയുടെ മുന്നിൽ ശരണ്യനെ ജാസ്മിനെ കൊണ്ടു നിർത്തിക്കഴിഞ്ഞാൽ ഭസ്മമാക്കിക്കളയും. പവർ റൂമിലെ മാക്സിമം ദിവസങ്ങളിൽ ഈ പക നമുക്ക് കാണാൻ കഴിയും. വരുണിനെ കൊന്നതിന്റെ ബാക്കി കരച്ചിൽ ഇന്ന് ഇറക്കിയെന്ന് വേണം പറയാൻ. പിന്നെ നന്മമരം കളിച്ച് മറ്റേ ഗ്യാസ് ഓഫ് ചെയ്യാതെ ആ തിളച്ച എണ്ണ അവരുടെയൊക്കെ മേത്ത് വീഴുമോ എന്ന് ഓർത്തുകൊണ്ടാണ് കരഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഋഷിയുടെ മുന്നിൽ വലിയ ഷോ ഒക്കെ എടുത്തു. പക്ഷെ അത് പക്ക അഭിനയമാണെന്ന് നമുക്കെല്ലാം മനസ്സിലാവും. അൻസിബയുടെ ഈ മിസ്റ്റേക്കുകളെല്ലാം മറികടക്കാൻ വേണ്ടി ഒരൊറ്റ കരച്ചിൽ വേണ്ടി വന്നു. കാരണം പറഞ്ഞാൽ റസ്മിൻ്റെയും ജാസ്മിൻ്റെയും വഴക്കിന് ഒരു പരിധിവരെ കാരണം അൻസിബയും കൂടിയാണ്. ഗസ്റ്റായ ശ്വേതാമേനോനും സാബുവും വന്ന് മാറി മാറി വിളിച്ചിട്ടും അൻസിബയുടെ പ്രശ്നം ചോദിച്ചിട്ടും അൻസിബ പറയുന്നില്ല. അൻസിബ ഇന്ന് ഫുൾ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ജാസ്മിൻ വന്ന് വിളിച്ചിട്ടും അൻസിബ പോയില്ല. അൻസിബയ്ക്ക് മനസ്സിലായി അത് പുറത്തേക്ക് നെഗറ്റീവ് അടിക്കുമെന്ന്. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഒക്കെ മാറുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അൻസിബ കുറച്ച് ദിവസമായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ജാസ്മിനെയും സിജോനെയാണ്. ഇന്നലത്തെ ടാസ്കിൽ തന്നെ സ്പേസ് കൊടുക്കാതിരിക്കാൻ കാരണം അൻസിബയുടെ ബുദ്ധിയാണ്. അൻസിബ ഉള്ള ടൈം മൊത്തം പവർ റൂമിൽ ഇരുന്ന് ഇവർക്കെതിരെ കളിക്കുന്നുണ്ട്. പക്ഷേ പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ കളിക്കുമോ ഇല്ലേ നമുക്ക് നോക്കി കാണാം. ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇന്നലത്തെ മോശം പെർഫോമൻസ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ജാസ്മിൻ വെറുതെ ചായയിൽ സ്പൂൺ വെച്ച് ഇളക്കി ശബ്ദമുണ്ടാക്കി, പിന്നെ ക്യാരക്ടർലെസ് ആണ്, മാനേഴ്സ് ഇല്ല, എവിടെയെങ്കിലും ജോലിക്ക് നിർത്തിയാൽ ജോലിക്ക് എടുക്കുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ജാസ്മിനെതിരെ അൻസിബ ആരോപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അൻസിബയുടെ ഗെയിം നല്ല നെഗറ്റീവായിട്ട് തന്നെ 2 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വിഷയത്തിൽ നോറ പറഞ്ഞ ആ പേര് പറയാത്ത ആൾ അൻസിബയാണ്. അൻസിബയാണ് ഇവരെ പറ്റി പറഞ്ഞത്. ഈ കാര്യമെല്ലാം ഓർത്തിട്ടാണ് അൻസിബ നെഗറ്റീവ് അടിച്ച് അവിടെ കോണിപ്പോയിരിക്കുന്നത്.